ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എപ്പോഴും നമ്മളുടെ ഈ പാനൽ കട്ട് സൽവാറിൻ്റെ അടിഭാഗം നമ്മൾ ആ ഒരു പട്ട വെച്ച് മറിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സെയിം കളറിൽ തന്നെ ഒരു മോം ആൻഡ് ഡോട്ടർ കോംബോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. 22 പാനൽ ആണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലൈനിങ്ങിൻ്റെ ക്ലോത്ത് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ രണ്ടായിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുള്ളത് നമുക്ക് അടിഭാഗത്തേക്കും അതുപോലെ മുകൾ ഭാഗത്തേക്കും ഓരോ പീസസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ക്ലോത്ത് എത്ര നീളമുണ്ടോ അത്രയും നല്ലതാണ്. അത്രയും നമുക്ക് നീളത്തിൽ നമുക്ക് ഇതിൻ്റെ റൗണ്ട് ഫില്ല് ചെയ്യാനുള്ളത് കിട്ടും. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഇത്രയും ക്ലോത്ത് ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഡ്രസ്സിൻ്റെ അടിഭാഗം ഈ ഒരു ക്ലോത്തിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടൊരു വീതി എത്രയാണ്, ഇപ്പോൾ 5 ഇഞ്ചോ അല്ലെങ്കിൽ 6 ഇഞ്ചോ എത്ര വീതിയാണ് വേണമെങ്കിൽ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ടോപ്പിൻ്റെ എൻഡ് വശത്തിൻ്റെ ഭാഗമാണ് നമ്മൾ അടിഭാഗത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലൈൻ ഫസ്റ്റത്തെ ലൈൻ എന്ന് വെച്ചാൽ അടിഭാഗത്തെ ലൈനാണ്. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ക്ലോത്തിൽ കിട്ടാത്തതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും ആയിട്ട് 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ബാലൻസ് നമുക്ക് വേണ്ട ഭാഗം കൂടി നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ തന്നെ സെയിം മടക്കിയിട്ടിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത ആ വശം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ കട്ട് ചെയ്യുന്ന ഭാഗം ടോപ്പിൻ്റെ ഏറ്റവും എൻഡ് വശം, അതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴും ആ ഒരു ഭാഗമാണ് നമ്മളുടെ ടോപ്പിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ടോപ്പിൻ്റെ എൻഡിലായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതും അതിന് ശേഷമാണ് അത് മറിച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതും. അപ്പോൾ ഇപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ടോപ്പിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല, കുറച്ച് ഭാഗം വരെയുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീളത്തിലുള്ള ഒരു ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നീളത്തിലിത് കിട്ടും. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാലൻസും കൂടി നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും ആ ക്ലോത്ത് തന്നെ വീണ്ടും ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ടോപ്പിൻ്റെ നമുക്കിനി ബാക്കി സ്റ്റിച്ച് ചെയ്യേണ്ട, നമുക്ക് ആ ഒരു പട്ട വെച്ച് കൊടുക്കേണ്ട ആ ഭാഗം അവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതേപോലെ ഇപ്പോൾ സെയിം ചെയ്ത പോലെ തന്നെ ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എല്ലാ പീസസും ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഈ ടോപ്പിൻ്റെ എൻഡിലായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പാനൽ കട്ടിൽ ഇപ്പോഴും കുറേ സംശയങ്ങളുള്ളവരൊക്കെ ഉണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇത്രയും സംശയങ്ങൾ വരുന്നത്. ഇപ്പോൾ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ 2 പീസായിട്ടാണ് ഇരിക്കുന്നത്. അതായത് താഴ്ഭാഗത്തേക്കും മോൾ ഭാഗത്തേക്കുള്ള പീസസ് ഇതുണ്ട്. അപ്പോൾ ഓരോ പീസുകളും ജോയിൻ ചെയ്യുക. അതിന് ശേഷം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ എല്ലാം ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇപ്പം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി കാണിച്ചതാണ്. ജോയിൻ എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇത് നമ്മുടെ ടോപ്പിൻ്റെ എൻഡിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്ന ഭാഗം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ആ ഒരു ക്ലോത്തിൽ വരയ്ക്കുമ്പം അടിഭാഗത്ത് വരച്ച ആ ഭാഗം തന്നെ കറക്റ്റ് എൻഡിലായിട്ട് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. മുകൾ ഭാഗത്തത് താഴോട്ട് വെച്ച് കൊടുത്താൽ അത് കറക്റ്റായിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എൻഡിൽ വെച്ച് കൊടുക്കേണ്ട പീസ് എന്ന് വെച്ചാൽ നമ്മൾ എൻഡ് ഭാഗത്ത് വരച്ച ആ ഭാഗമാണ് ഈ ടോപ്പിൻ്റെ എൻഡിലായിട്ട് വരേണ്ടത്. അതുപോലെ തന്നെ ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ക്രോസ് പീസൊക്കെ ജോയിൻ ചെയ്യുന്ന പോലെ അങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്. ഈ പീസസൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ നല്ല വശത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അരികെ ചേർത്ത് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നല്ല വശത്ത് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ തന്നെ മെഷീനിലെടുത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്ക് വശത്തേക്കാണ് ഇത് മറിച്ച് കൊടുക്കേണ്ടത്. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അയണിങ് ആണ്. അയൺ ചെയ്താൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ ഇത് മറിച്ചെടുക്കാനൊക്കെ പറ്റും. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റൗണ്ടിൽ മൊത്തം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അയൺ ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് വശത്തുള്ള ആ ഒരു പീസ് നമുക്കൊന്ന് മടക്കി
ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് പതിച്ച് അടിച്ചു കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു പീസ് ജോയിൻ ചെയ്തപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. എന്നിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടിഭാഗത്ത് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ മടക്കി കംപ്ലീറ്റ് ആയിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. പക്ഷേ ഈ ഒരു റൗണ്ട് കട്ട് ചെയ്യുമ്പം നന്നായിട്ട് കെയർ ചെയ്തിട്ട് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിനൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് പിൻകുത്തി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പം അടിച്ചടിച്ച് ഇതിനൊരു കുഴപ്പമില്ല, എനിക്ക് പിൻകുത്താണ്ട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വലിഞ്ഞു പോവാണ്ടും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ വെച്ചിട്ടും ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിൻകുത്തി കൊടുത്തിട്ട് ഇതുപോലെ അടിക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ചുളുക്കം വന്നാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് വശത്ത് കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ബാക്കിൽ ഇതിങ്ങനെ ചുളുങ്ങി നിൽക്കും. അപ്പോൾ ഇതൊന്ന് കെയർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അയണിങ് മസ്റ്റാണ്. അയൺ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഇതിനുള്ള വൃത്തിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിതുപോലെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നോക്കാം. ഇപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. നമുക്ക് നോക്കുമ്പം ഉള്ളിൽ ഇതുപോലെയാണ് നിൽക്കുന്നത്. ലൈനിങ് ഞാൻ മടക്കി അടിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അതിൻ്റെ ഉള്ളിലത്തെ, അതാണ് കാണുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ കൂടുതൽ ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിൽ കോയിൻ ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ആ ഒരു അടിച്ച ആ ഒരു ലൈനിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. കസ്റ്റമൈസേഷനായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. ഇതിപ്പോൾ നമുക്കൊരു മോം ആൻഡ് ഡോട്ടർ കോംബോ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. മോൾക്കൊരു സ്കേർട്ട് പലാസോ പാൻറ്റും അതുപോലെ ഒരു നോർമൽ സ്ലിറ്റഡ് ടോപ്പുമായിട്ടാണ് കോയിൻ ലേസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ ഇങ്ങനത്തെ വർക്ക് ഈ ഒരു സെയിം കോംബോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റെഫറൻസ് പിക്കിലാണ് ഇയാൾ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന അന്ന് ഇപ്പം ഇന്നത്തെ ദിവസമാണ് ആൾക്ക് ഈ ഡ്രസ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അവർക്ക് 11-ാം തീയതിയാണ് ഫങ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഈ ഒരു വീഡിയോ എടുക്കാനും പറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.